ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം 21-ാമത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തന പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ലളിതമായൊരു സങ്കീർത്തന പഠനമാണ്. ഈ സങ്കീർത്തന പഠന പരമ്പര എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് നോക്കാം 21-ാം സങ്കീർത്തനം. 21-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ നമുക്ക് കാണാം. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് തലക്കെട്ടിൽ കാണുന്നത്. അതുകൊണ്ട് 21-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 21-ാം സങ്കീർത്തനത്തിൽ ആകെ 13 വാക്യങ്ങളാണ് ഉള്ളത്. 20-ാം സങ്കീർത്തനം പ്രാർത്ഥനയുടെ സങ്കീർത്തനമായിരുന്നെങ്കിൽ 21-ാം സങ്കീർത്തനം പ്രാർത്ഥനയിൽ ലഭിച്ച മറുപടിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ ഓർത്തുകൊണ്ടും ഈ സങ്കീർത്തനം ചൊല്ലാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം എന്നതിനേക്കാൾ ഉപരിയായി രാജാതിരാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സങ്കീർത്തനമെന്ന് പറയുന്നതാവും ശരി. ഈ സങ്കീർത്തനം ബലത്തിൽ ആരംഭിച്ച് ബലത്തിൽ അവസാനിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 13 വാക്യങ്ങളുള്ള 21-ാം സങ്കീർത്തനത്തെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ഇതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തനിക്ക് ലഭിച്ച വിജയത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതായിട്ട് കാണാം. അതായത് വിജയത്തെ ഓർത്തുള്ള നന്ദി പ്രകാശനമാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ നാം കാണുന്നത്. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ഭാവിയിലെ വിജയങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. ഇനി നമുക്ക് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് 21-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിജയത്തിൽ സന്തോഷിക്കുന്ന രാജാവായ ദാവീദിനെ കാണുന്നു. രാജാവിൻ്റെ സന്തോഷം കൊട്ടാരത്തിലല്ല, സിംഹാസനത്തിലല്ല, അവൻ്റെ അരമനയിലല്ല, ധാന്യത്തിലും വീഞ്ഞിലുമല്ല, തൻ്റെ സൈന്യത്തിലുമല്ല, മറിച്ച് രാജാവ് യഹോവയിൽ സന്തോഷിക്കുന്നതായിട്ട് ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ദൈവത്തിലുള്ള സന്തോഷമാണ് നിലനിൽക്കുന്ന സന്തോഷം. പൗലോസിൻ്റെ സന്തോഷം കർത്താവിലാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പൗലോസിൻ്റെ സന്തോഷം കർത്താവിലാണെങ്കിൽ യോനായുടെ സന്തോഷം ആവണക്കിലാണ്. യോന പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യോനായി അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനു മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പൗലോസിൻ്റെ സന്തോഷം കർത്താവിലായിരിക്കുമ്പോൾ യോനായുടെ സന്തോഷം ആവണക്കിലാണ്. എന്നാൽ ഇത് താൽക്കാലികമായ സന്തോഷത്തെ കാണിക്കുന്നു. വീണ്ടും നാം വചനത്തിൽ കാണുന്നു, ഏദോമിൻ്റെ സന്തോഷം അവൻ്റെ സഹോദരൻ്റെ അനർത്ഥത്തിലാണ്. ഒബദ്യാ പ്രവചനം 12-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ഇവിടെ പറയുന്നു, നിന്റെ സഹോദരൻ്റെ ദിവസം അവൻ്റെ അനർത്ഥ ദിവസം തന്നെ
നീ കണ്ടു രസിക്കേണ്ടതല്ല. നീ യഹൂദ്യരെക്കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവ പൈതലിൻ്റെ സന്തോഷം എന്തിലായിരിക്കണം? ദൈവ പൈതലിൻ്റെ സന്തോഷം ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ദാവീദ് സന്തോഷിക്കാൻ കാരണം ദൈവം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവന് നൽകിയതുകൊണ്ടാണ്. ദാവീദ് പറയുന്നു, ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന ദൈവം നിഷേധിച്ചില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ ദൈവം അവനെ എതിരേറ്റു. തങ്ക കിരീടത്തെ ദൈവം അവൻ്റെ തലയിൽ വെച്ചു. ദാവീദ് ദൈവത്തോട് ജീവനെ അപേക്ഷിച്ചു. ദൈവം അവനത് കൊടുത്തു. ദൈവം ദാവീദിന് ദീർഘായുസ് നൽകി, മഹത്വം നൽകി, മാനവും തേജസ്സും നൽകി. അനുഗ്രഹ സമൃദ്ധിയാലും ദൈവസന്നിധിയിലെ സന്തോഷത്താലും ദൈവം അവനെ ആനന്ദിപ്പിച്ചു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്നതായിട്ട് നാം കാണുന്നു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവത്തിൽ താൻ ആശ്രയിക്കുന്നു. ദാവീദ് തൻ്റെ പ്രതിസന്ധികളിൽ കുലുങ്ങാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ആശ്രയിക്കുവാൻ നമുക്കൊരു ദൈവമുണ്ടെന്നുള്ളത് ഏറെ പ്രത്യാശാജനകമാണ്. ഇനി നമുക്ക് 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയെപ്പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു. തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഈ ഭാഗത്തിൽ ദാവീദ് തൻ്റെ ഭാവിയിലെ വിജയം വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാണ്. ദാവീദ് യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് താൻ കുലുങ്ങാതിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ കുലുങ്ങത്തില്ല. ദാവീദ് ഇവിടെ യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അതുകൊണ്ട് താൻ പറയുകയാണ്, ഭാവിയിലും തനിക്ക് നേരെ വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുക്കളെ ദൈവം തകർക്കും. ദാവീദ് പറയുന്നു, നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. തനിക്ക് നേരെയും തൻ്റെ ദൈവത്തിന് വിരോധമായും എഴുന്നേൽക്കുന്ന സകല ശത്രുക്കളെയും തകർക്കുമെന്ന് ദാവീദ് ഇവിടെ പറയുന്നു. ദാവീദ് പറയുകയാണ്, തൻ്റെ ശത്രുക്കളെ മാത്രമല്ല അവരുടെ സന്തതിയെപ്പോലും ദൈവം ഭൂമിയിൽ നിന്നും നശിപ്പിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. അതുകൊണ്ട് ദാവീദ് അവസാനമായി പ്രഖ്യാപിക്കുന്നു, യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. കർത്താവിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ ബലത്തെ പാടി സ്തുതിക്കുന്ന ഒരു ദാവീദ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നീ പതറേണ്ട ആവശ്യമില്ല. നീ കുലുങ്ങാതിരിക്കുക. നിനക്ക് വേണ്ടി നിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന, നിൻ്റെ ശത്രുക്കളെ തകർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. നീ ദൈവത്തിൻ്റെ ബലത്തെ പാടി സ്തുതിക്കുക മാത്രം ചെയ്താൽ ദൈവം നിൻ്റെ ശത്രുക്കൾക്ക് നേരെ എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ ദാവീദ് വരും ഭാവി കാലത്തും തൻ്റെ വിജയം വിശ്വാസത്താൽ ദൈവത്തിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ നാമും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൽ സന്തോഷിച്ചും കൊണ്ട് ശത്രുവിൻ്റെ മേൽ വിജയം പ്രാപിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഈ സങ്കീർത്തന പഠനം
എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.